എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ കൃഷ്ണമോളെയും കൊണ്ട് രോഹിത് അങ്ങ് പോയി കഴിയുമ്പോഴേക്കും ഹരിയും കമലയും അവരെല്ലാവരോടെ അലീനയുടെ റൂമിലേക്ക് വരുവാണ്. റൂമിലേക്ക് വന്നിട്ട് അലീനയുടെ ബാഗും എല്ലാ സാധനങ്ങളും എടുത്ത് താഴേക്ക് ഇടുന്നുണ്ട് ഹരി. എന്നിട്ട് അതെല്ലാം അങ്ങോട്ട് വാരിക്കൂട്ടി എടുക്കാൻ ഒരു ചാക്ക് എടുത്തുകൊണ്ട് വാ എന്ന് പറയുക. അന്നേരം ദേഷ്യം വന്നിട്ട് അലീന വന്നിട്ട് പറയുന്നുണ്ട്, ചാക്കി വാരിക്കൂട്ടേണ്ടത് നിന്നെയാടാ എന്നൊക്കെ പറയുന്നുണ്ട്. അവിടുന്ന് എഴുന്നേൽക്കുന്ന ഹരി അലീനയെ തല്ലുന്നുണ്ട്. അത് കഴിഞ്ഞ് പിടിച്ച് പുറത്തേക്ക് ആക്കാൻ തുടങ്ങുമ്പോൾ അവിടെ ഇരുന്ന് ഒരു കുപ്പി എടുത്ത് ജനലിൽ അടിച്ച് പൊട്ടിച്ചിട്ട് ആ കുപ്പിയും പിടിച്ച് നിൽപ്പുണ്ട്. എൻ്റെ ദേഹത്ത് ഇനി തൊട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ കുത്തും എന്ന് പറഞ്ഞ് നിൽക്കുവാണ്. അത് കാണുമ്പോൾ ചെറുതായിട്ടൊന്ന് പേടിക്കുന്നുണ്ട് കമലയും അതുപോലെ ബബ്ദിയും എല്ലാവരും. എന്നിട്ടും അവർ വിട്ടുകൊടുക്കുന്നൊന്നുമില്ല. അവിടുന്ന് അലീനെ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ട് വിടുവാണ്. അതുപോലെ ബാഗും സാധനങ്ങളും എല്ലാം ഷോപ്പറിൻ്റെ അകത്തൊക്കെ തള്ളി കയറ്റി അതെല്ലാം കൊണ്ട് എറിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട്. അവിടുന്ന് വളരെ വിഷമത്തോടെ അലീന ആ ബാഗെല്ലാം എടുത്ത് അവിടുന്ന് അങ്ങ് പോരുക. ഈ സമയം കൃഷ്ണമോളയും കൊണ്ട് രോഹിത് ഹോസ്പിറ്റലിൽ ചെല്ലുന്നുണ്ട്. അന്നേരം ഇവർ പെട്ടെന്ന് വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ബാലേന്ദ്രൻ ചോദിക്കുമല്ലോ, അതെന്താ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ, അമ്മയെ കാണാൻ പറ്റില്ല, ഐസിയുലാണ് എന്നൊക്കെ പറയുമ്പം കൃഷ്ണമോള് സ്വാഭാവികമായിട്ടും പറയുമല്ലോ, അച്ഛൻ ഇവിടുന്ന് വിളിച്ചില്ല, അച്ഛൻ വരാൻ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾ വന്നത് എന്നൊക്കെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ കാര്യം മനസ്സിലാവും. അതുകൊണ്ടാണ് ബാലേന്ദ്രൻ പറയുന്നത് ഇത് വല്ലാത്തൊരു ചുറ്റിക്കളിയാണല്ലോ എന്ന്. ഇത് കേൾക്കുന്നത് പേടിച്ചിട്ട് വേർക്കുന്നുണ്ട് കേട്ടോ രോഹിത്. ഏതായാലും എന്തൊക്കെയോ ചുറ്റിക്കളികൾ നടക്കുന്നുണ്ട് എന്ന് ബാലേന്ദ്രന് മനസ്സിലാകുന്നുണ്ട്. അതുപോലെ കൃഷ്ണമോളെ കയറ്റി കാണിക്കുന്നുണ്ട് വൈജയന്തിക്ക് ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കിടത്തിയേക്കുവാണ്. തലയുടെ ഒരു ഭാഗം മൊത്തം മൂടിക്കെട്ടി വെച്ചേക്കുവാണ്. ഈ സമയം മനു അലീനയുടെ അവസ്ഥ മനസ്സിലാവുന്നതുകൊണ്ടാവാം ഇവിടെ അത്ര സേഫ് അല്ല എന്ന് തോന്നുന്നുകൊണ്ടും മനു വീട്ടിലോട്ട് വരുന്നുണ്ട്. അവിടെ വന്നു കഴിയുമ്പം അവിടെ ശിവനും കമലയും ഒക്കെ ഉണ്ടല്ലോ. അന്നേരം മനുവിന് കാര്യം മനസ്സിലാവും. മനു അലീനെ എന്തി എന്ന് ചോദിക്കുമ്പം ഞങ്ങൾ അവളെ ഇവിടുന്ന് പറഞ്ഞു വിട്ടു എന്ന് പറയുവാണ്. അന്നേരം മനു ചോദിക്കും പറഞ്ഞു വിട്ടുന്നോ എവിടേക്ക് എന്ന് ചോദിക്കുമ്പോൾ ശിവൻ പറയുന്നുണ്ട് ഇനി അവളെ ഈ വീട്ടിൽ ആവശ്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറക്കി വിട്ടു എന്ന്. അന്നേരം ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുന്ന മനുവിനെയാണ് കാണിക്കുന്നത്. മനു മിക്കവാറും നല്ല രീതിയിൽ സംസാരിക്കും ശിവനോട്. അപ്പോഴും അവരൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ഇറക്കി വിട്ട അലീന ആ വഴി പോകുകയല്ല ചെയ്തത്. അലീന നേരെ ഹോസ്പിറ്റലിലേക്ക് വരുവാട്ടോ ചെയ്യുന്നത്. അവിടെ നിന്ന് ബാലേന്ദ്രനെ കാണുന്നു. ഇനിയും ഞാൻ ഇവിടെ നിന്നാൽ പ്രശ്നങ്ങളുണ്ടാകും, അതുകൊണ്ട് ഞാൻ പൊയ്ക്കോട്ടെ എന്ന് ചോദിക്കുന്ന അലീനയാണ് കാണിക്കുന്നത്. അന്നേരം ബാലേന്ദ്രൻ പറയുവാണ്, പൊയ്ക്കോ, പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ എന്നെയും എൻ്റെ വീട്ടുകാരെയും ഇനി മറന്നേക്കണം എന്നാണ് പറയുന്നത്. ഏതായാലും അത് കേട്ടുകൊണ്ട് ബാലേന്ദ്രനെ വിഷമിപ്പിച്ച് അവിടുന്ന് അലീന പോരിയല്ല എന്ന് ഉറപ്പാണ്. എന്നാലും ഇതൊക്കെയാണ് പ്രൊമോ ആയിട്ട് കാണിച്ചത്. ഇന്നും എപ്പിസോഡ് വന്നിട്ടില്ല. എപ്പിസോഡ് വൈകിട്ടത്തേക്ക് എത്തുള്ളായിരിക്കും. എപ്പിസോഡ് വരുമ്പോൾ കാണാം.